എങ്ങോട്ടാ? പോകരുത്. നമ്മുടെ മക്കളെ ശിക്ഷിക്കരുത്. പൊയ്ക്കോളൂ. പൊയ്ക്കോളൂ. പക്ഷെ എന്റെ മക്കളെ തെരുവിലിറക്കാനാണ് ഭാവമെങ്കിൽ തിരിച്ചു വരുമ്പോ ഞാനുണ്ടാവില്ല. അന്യായ സംഖ്യയായ 6,50,000 രൂപ അന്യായ തീയതി മുതൽ സംഖ്യ ഈടാക്കുന്നതുവരെ 12% പലിശയും കോടതി ചെലവും പ്രതികളിൽ നിന്നും പ്രതികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളിൽ നിന്നും ഈടാക്കിയെടുക്കുവാൻ വാദി മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖര മേനോനെ അനുവദിച്ച് വിധിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ സങ്കടം കേട്ട് അനുകൂലമായൊരു വിധി തന്നതിന് നന്ദി. പക്ഷേ ആരുടെയും ഒരു സ്വത്തും എനിക്ക് വേണ്ട. ഇതിനേക്കാളൊക്കെ വലിയൊരു സ്വത്ത് എനിക്കുണ്ട്, എൻ്റെ പാർവതി. മക്കളുടെ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങരുതെന്ന് അവൾ എന്നോട് വാദിച്ചു. അവളെ തോപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട. മക്കളെ തോൽപ്പിച്ചിട്ട് തിരിച്ചു എന്നാ അയാളെ കാണില്ല എന്നാ പറഞ്ഞിരിക്കണേ. എന്റെ പാർവതി ഇല്ല അച്ഛാ, പിന്നെ ഞാനില്ല. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ ദയുണ്ടാവണം. എന്റെ പാർവതിയെ നഷ്ടപ്പെടുത്തിയിട്ട് ആരുടെ സ്വത്ത് എനിക്ക് വേണ്ട. പാർവതിയെ, പാർവതി, ഒടുവിൽ താൻ തന്നെ ജയിച്ചിരിക്കണു. മേനോൻ ഇപ്പോഴും തോറ്റു. താൻ വാദിച്ചില്ലേ മക്കളെ തോൽപ്പിച്ചിട്ട് ഒന്നും വേണ്ടെന്ന്? വേണ്ട, ഒക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു. അവരുടെ ഒരു സ്വത്തും നമുക്കിനി വേണ്ട. എന്റെ ഏറ്റവും വലിയ സ്വത്ത് താനല്ലേടൂ. തനിക്ക് വേണ്ട പിന്നെ എന്തിനാ എനിക്ക്? ഒക്കെ തിരിച്ചു കൊടുത്തു. സന്തോഷമായില്ലേ? എന്തേലും ഒന്നും മിണ്ടടോ. ഇനി നമുക്കിടയില് ഇങ്ങനെ കൊട്ടിയടച്ചൊരു വാതിൽ വേണോ? വേണ്ട, തുറക്ക്. അറുട്ടേ, തുറക്ക്. എന്നാലും എന്നോട് മിണ്ടില്ല എന്ന് പറയാൻ തനിക്ക് എങ്ങനെ നാവ് പൊങ്ങിന്നാ ഞാൻ വിചാരിക്കണേ? ആ, തുറക്ക്. അറുട്ടേ, ഒന്ന് തുറക്കാൻ. അറുട്ടേ, തുറക്കടോ. അറുട്ടേ, എന്താ ഇത്? അറുട്ടേ, അറുട്ടേ, ആരോട് തുറക്കാൻ? അറുട്ടേ, 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 തുറക്കാൻ, തുറക്കാൻ. അറുട്ടേ, 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 അറുട്ടേ.
പാർട്ടി എത്തിയില്ലല്ലോ. ഇല്ല, എത്തിയിട്ടില്ല. പോലീസ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ സ്ഥിതിക്ക് നീ എന്താ വേണ്ടേ? ദാ, എന്റെ പാർവതി ഭാഗ്യവതിയാ. മക്കൾക്ക് വേണ്ടി അയാൾ ജീവിച്ചത്, മക്കൾക്ക് വേണ്ടിയാ മരിച്ചത്. ഒരമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യാ വേണ്ടത്? കണ്ടില്ലേ, കുളിച്ചൊരുങ്ങി സിന്ധൂരവും ചാർത്തി ഒരു മംഗളകർമ്മം നടത്തിയ പോലെയാ പോയിരിക്കണേ. ഒരു സങ്കടേ ഉള്ളൂ, മക്കൾക്ക് വേണ്ടി മരിക്കാനൊരുങ്ങി. ഞാൻ കൊടുത്ത സിന്ധൂരം നിറയിൽ അണിഞ്ഞപ്പോ അയാള് പോയാൽ ഒന്നും മിണ്ടാൻ, പോട്ടമേന്നെ സാരമില്ല എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ ആരോരുമില്ലാണ്ട് അനാഥപ്രേതം പോലെ ഒരു കിളവൻ ഈ ഭൂമിയിൽ തെണ്ടി നടക്കുമെന്ന് ഒരു നിമിഷം ഓർത്തില്ലല്ലോ തമ്പി. രാധിക എത്തിയിട്ടില്ല. എന്താ വേണ്ടേ? എങ്ങട്ടാ? ഒരു വഴിപാടൂടെ ബാക്കിയുണ്ട്, ആ കടം കൂടി വീട്ടണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ആർക്കും അച്ഛനൊരു ബാധ്യതയാവില്ല. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എന്നാലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അച്ഛനുണ്ടാവും. മോളെ, പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. മുത്തച്ഛാ